CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ ബാഗും ഫോണും മോഷണം പോയി. മഹിളാ അസോസിയേഷൻ സമ്മേളനത്തിന് കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലേക്ക് പോകും വഴിയാണ് മോഷണം. ഞങ്ങളുടെ സമ്മേളനം ഒരു 2 സ്റ്റേഷന് മുൻപ് ഞാൻ എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് എന്റെ തലയുടെ തൊട്ടടുത്ത് വെച്ചിരുന്ന ബാഗ് കാണുന്നില്ല. ബാഗിലായിരുന്നു എല്ലാം, കന്നഡ, മൊബൈൽ, ഐഡന്റിറ്റി കാർഡ്, പൈസ, പെന്ന് എല്ലാം പോയി. ഒന്നും ബാക്കിയില്ല, വെറും കാലി ആയിട്ട്. സെക്കൻഡ് എസിയില് TTയോട് കംപ്ലൈന്റ് ചെയ്യാനില്ല. TTനെ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ ഒരു പോലീസുകാരൻ വന്നു. പോലീസുകാരനോട് ചോദിച്ചപ്പോ പോലീസുകാരൻ പറയുന്നു, നിങ്ങളെ ബാഗ് നിങ്ങൾ സൂക്ഷിക്കണ്ടേ. സെക്കൻഡ് എസിയിലുള്ള വാട്സപ്പ് എന്ന് പറഞ്ഞ അവരൊക്കെ വളരെ ഇൻഡിഫറന്റ് ആയിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ ഞങ്ങളൊരു കംപ്ലൈന്റ് ഇപ്പം ദർശൻ സരായില് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ ഫ്ലൈറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ പുതിയ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഒന്നും ഇപ്പൊ കയ്യിലില്ല. രേഖകൾ ഉൾപ്പെടെയുള്ള ബാഗാണ് നഷ്ടമായിരിക്കുന്നത്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, നമ്മുടെ ട്രെയിനിൽ ഇപ്പോൾ PK ശ്രീമതി പറയുന്നത് കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ ട്രെയിനിൽ ഉണ്ടാകുന്ന പരാതിപ്പെട്ടിട്ടും എന്ത് കാര്യമുണ്ട് എന്നുള്ളതിന് കൂടി കാര്യങ്ങളാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് മോഷണം പോയത്? എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുമോ കാര്യങ്ങൾ? PK ശ്രീമതി പറഞ്ഞ പോലെ തന്നെ ബീഹാറിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു ബാഗ് മോഷണം പോയത്. ഇറങ്ങാനുള്ള സ്റ്റേഷന് തൊട്ട് മുൻപ് എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ബാഗ് മോഷണം പോയത്. അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് സെക്കൻഡ് AC-യിലാണ്. അതായത് അധികം തിരക്കില്ലാത്ത, കുറച്ചുകൂടി സുരക്ഷ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇങ്ങനെ മോഷണം സംഭവിച്ചതെന്നുള്ളതാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ അത് അവിടെയുള്ള ട്രെയിനകത്തുള്ള അധികാരികളോട് പരാതിപ്പെടാൻ ശ്രമിക്കും. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായില്ല എന്നും PK ശ്രീമതി പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ, ഇപ്പോൾ ഡൽഹി ആണെങ്കിൽ സമീപ സംസ്ഥാനങ്ങളിലൊക്കെ ഫോണോ മറ്റ് സാധനങ്ങളോ മോഷണം പോയാൽ ഒരു പരാതി കൊടുക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് വളരെ വിരളമാണ്. എന്തായാലും ഈ കേസിൽ കേരള സംസ്ഥാന DGP ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സജീവമായ ഒരു അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.